ഇപ്പോഴും ട്രെൻഡിങ്ങിൽ തന്നെ നിൽക്കുന്ന ഒരാളാണ് നമ്മുടെ രേണു സുധി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അവരെന്ത് തെറ്റാണ് ചെയ്തത്? എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അവർ ചെയ്ത മൂന്ന് തെറ്റ്. അവരൊരു കലാകാരൻ്റെ ഭാര്യയാണ്. രണ്ടാമത്തെ കാര്യം, അവരൊരു രണ്ടാനമ്മയാണ്. മൂന്നാമത്തെ കാര്യം, അവരുടെ ഭർത്താവ് മരിച്ചതിന് ശേഷം അവർ വീഡിയോസും അങ്ങനെയുള്ള റീൽസും കാര്യങ്ങളും ഷോർട്ട് ഫിലിംസും ഒക്കെ ചെയ്യാനായിട്ട് പോകുന്നു. ഇതാണ് അവർ ചെയ്ത 3 തെറ്റ്. അതായത് നമ്മൾ കേരളത്തിലുള്ള ജനങ്ങൾക്ക്, നമ്മൾ മലയാളികൾക്ക് അവർ ചെയ്ത ഏറ്റവും വലിയ തെറ്റായിട്ട് തോന്നുന്നത് ഇതാണ്. വേറൊരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഈ ഭർത്താവ് മരിച്ച സ്ത്രീകൾ ചെയ്യേണ്ട ജോലി എന്താണെന്നൊന്ന് പറയാമോ? ഈ അവരെ നെഗറ്റീവ് ഇട്ടുന്നു, അവർ ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കുന്നു, അവരെ ഒരുപാട് രീതിയിൽ ബോഡി ഷെയ്മിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോൾ ഈ ആൾക്കാരൊക്കെ അവർ ഭർത്താവ് മരിച്ചത് കൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് അവരെ കളിയാക്കുന്നത് കേട്ടോ. അല്ലാതെ വേറെ ഒരു റീസണും ഇല്ലെന്ന് നമ്മൾ ആലോചിക്കണം. അപ്പോൾ ഈ ഭർത്താവ് മരിച്ച സ്ത്രീകൾ എന്ത് ജോലിയാണ് ചെയ്ത് ജീവിക്കേണ്ടത്? അങ്ങനെ ഒരു ജോലിയുടെ ലിസ്റ്റ് ഉണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഉപകാരപ്പെടുമായിരിക്കും. അല്ലാതെ എത്രയോ സ്ത്രീകൾ റീൽസും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നു. എത്രയോ പേര് വളരെ മോശമായി, കുട്ടികൾക്ക് പോലും കാണാൻ പറ്റാത്ത രീതിയിലുള്ള വീഡിയോസും റീൽസും ഷോർട്ട് ഫിലിംസും ഒക്കെ നമ്മളുടെ നാട്ടിൽ ഇട്ടിട്ടുണ്ട്. അവരാരെയും വിളിച്ച് ഇൻ്റർവ്യൂ ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റു രീതിയിൽ അവരെ ബോഡി ഷെയിം ചെയ്യുകയോ അവരെ നെഗറ്റീവ് കമൻറ്റ് പറഞ്ഞ് അവരെ തളർത്താൻ നോക്കുകയോ ഒന്നും ആരും ചെയ്യുന്നില്ല. ഇപ്പോൾ രേണുവിൻ്റെ ഇൻ്റർവ്യൂസ് എടുത്ത് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. ഒരേ പാറ്റേണിലുള്ള ഒരേ ക്വസ്റ്റ്യൻസ് തന്നെ ഇങ്ങനെ അവരോട് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. പിന്നെ അവർ ജോലി ചെയ്യുന്ന സ്ഥലത്ത് രാവിലെ നേരം വെളുക്കുമ്പോൾ തന്നെ കുറേ ഓൺലൈൻ മീഡിയക്കാരുണ്ടാവും. അവർ രാവിലെ രേണു എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് ആലോചിച്ചുകൊണ്ടായിരിക്കും കിടക്കപ്പായെന്ന് എഴുന്നേൽക്കുന്നത്. എന്നിട്ട് നേരെ അവരുടെ പുറകെ പോയിട്ട് ഇതെന്താണ് എന്നിട്ട് ഓരോന്നിടുന്നത് എന്താ, രേണു എന്താണ് പടിയേലിരിക്കുന്നു, രേണു അമ്മയെ നോക്കുന്നു, രേണു അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു. ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താണ്? അവർക്ക് സമാധാനമായിട്ട് ജോലി ചെയ്യാനുള്ളൊരു അവസരമെങ്കിലും ഉണ്ടാക്കണ്ടേ? ഒരാളെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വാച്ച് ചെയ്തുകൊണ്ടിരുന്നാൽ അവരിൽ നമുക്ക് 100 കുറ്റങ്ങൾ കണ്ടുപിടിക്കാനുണ്ടാവും. ഈ കുറ്റങ്ങൾ കണ്ടുപിടിച്ച് വീണ്ടും അവരുടെ ചാനലിലൂടെ ഇട്ടിട്ട് അവരെ വീണ്ടും നെഗറ്റീവ് ആക്കുന്നത് നമുക്ക് വളരെ ഒരു മോശമായിട്ടുള്ള കാര്യമാണ്. ഈ അടുത്തിടെ ഞാൻ അവരുടെ ഇൻ്റർവ്യൂ കണ്ടു കഴിഞ്ഞ ദിവസം. അതിനകത്ത് ആ ഇൻ്റർവ്യൂവർ അവരുടെ ഒരു ആ ഇൻ്റർവ്യൂവറിനൊരു ക്വാളിറ്റി വേണ്ടേ? അവരുടെ വില തീരെ ഇല്ലാതാക്കിക്കൊണ്ട് ഒരു സ്ത്രീ എന്നൊരു പരിഗണന പോട്ടെ, ഒരു വ്യക്തിയെ ഇത്രമാത്രം ഒരു ചാനലിൽ ഇരുത്തി ഓരോ ചോദ്യങ്ങൾ ചോദിച്ച് അവരെ അപമാനിക്കുകയാണ്. അത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. ഈ രേണു എന്ന് പറയുന്ന ആൾ ഒരു കൊലയാളിയോ അല്ലെങ്കിൽ മറ്റു ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളൊന്നും അല്ലല്ലോ. അവർ ഭർത്താവ് മരിച്ചതിന് ശേഷം കുടുംബം നോക്കാനായിട്ട് അവർക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യുന്നു. അത് നമ്മൾ മനസ്സിലാക്കണം. അവർക്ക് ഇഷ്ടമുള്ള ജോലിയാണ് ചെയ്യുന്നത്. അവർക്ക് വേറെ പല ജോബ് ഓപ്പർച്യൂണിറ്റീസും പലരും കൊടുത്തിട്ടുണ്ടാവാം. പക്ഷേ അവർ പറയുന്നത് എന്താണ്? എനിക്കിഷ്ടമുള്ള ജോലി. നമ്മളിൽ പലരും ഇഷ്ടമില്ലാത്ത ജോലി ചെയ്ത് എത്ര കാലം എന്ന് വെച്ചാൽ ജീവിക്കുന്ന ആൾക്കാരുണ്ടില്ലേ? പല ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള ജോലി തിരഞ്ഞെടുത്ത് അവരുടെ 2 മക്കളെ നോക്കുന്നുണ്ട്. അവർക്ക് ആർക്കും ഇല്ലാത്ത പ്രശ്നം നമ്മൾ ഈ ഓൺലൈൻ മീഡിയക്കാർ അവരുടെ പുറകെ നടന്ന് ചെകഞ്ഞ് ഓരോ കാര്യങ്ങൾ ചോദിച്ച് അവരുടെ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കണം. അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഉദ്ദേശം? എന്താണ് ഈ നമ്മുടെ ഉദ്ദേശം അല്ലല്ലോ, ഈ മീഡിയക്കാരുടെ ഉദ്ദേശം എന്താണ്? അത് നമുക്ക് മനസ്സിലാവുന്നില്ല. ഈ എല്ലാ ദിവസവും ആ കുട്ടിയെയും ആ അമ്മയെയും വിളിച്ചിരുത്തി ഇൻ്റർവ്യൂ ചോദിക്കുന്നു. അമ്മയോട് ചോദിക്കും കൊച്ചെങ്ങനെയുണ്ട്, കൊച്ചിന് നിങ്ങൾ അഭിനയിക്കുന്നതുകൊണ്ട് പ്രശ്നമുണ്ടോ? കുട്ടിയുടെ അടുത്ത് പോയിട്ട് ചോദിക്കും അമ്മ അഭിനയിക്കുന്നതുകൊണ്ട് എന്താ പ്രശ്നം, അല്ലെ കൂട്ടുകാർ കളിയാക്കത്തില്ലേ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചാൽ ഒരു മനുഷ്യനല്ലേ അല്ലെ? അവരെപ്പറ്റി ചിന്തിക്കേണ്ട, ആ കുട്ടിയെപ്പറ്റി ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതൊരു 10-21 വയസ്സായുള്ളൊരു ചെറുക്കനാണ്. അവന് മനസ്സിൽ ഇപ്പോൾ ഒരു 10 പ്രാവശ്യം ഒരേ ചോദ്യം ചോദിച്ചു വരുമ്പോൾ അവൻ തന്നെ സ്വയം ചോദിക്കും, അയ്യോ അമ്മ അഭിനയിക്കുന്നതുകൊണ്ട് എനിക്ക് പ്രശ്നമാണോ, അല്ലെങ്കിൽ എന്നെ എല്ലാവരും കളിയാക്കുന്നില്ലേ എന്ന് അവൻ സ്വയം ചോദിച്ചു പോവും. അതൊരു മനുഷ്യനല്ലേ? അപ്പോൾ നമ്മൾ അവരെ ഇങ്ങനെ പുറകെ നടന്ന് ഉപദ്രവിക്കുന്നത് വളരെ ഒരു തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു വ്യക്തിയുടെ തികച്ചും പേഴ്സണൽ ആയിട്ടുള്ളൊരു കാര്യമാണ് അവരുടെ അക്കൗണ്ടിൽ എത്ര പൈസ ഉണ്ടെന്നുള്ളത്. നമ്മൾ ആരെങ്കിലും പറയാറുണ്ടോ നമ്മളുടെ അക്കൗണ്ടിൽ എത്ര പൈസയുണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ സാലറി എത്രയാണെന്ന്? ഇത് അവർ ഈ കഴിഞ്ഞ ദിവസം കണ്ടൊരു വീഡിയോയിൽ, ഒരു ഷോർട്ടിൽ ഞാൻ കണ്ടതാണ് അവരുടെ അടുത്ത് രേണുവിൻ്റെ അക്കൗണ്ടിൽ എത്ര രൂപയുണ്ടെന്ന്. ഒരാളെ പബ്ലിക്കിൽ വിളിച്ചിരുത്തിയിട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ എത്ര ബാലൻസ് ഉണ്ടെന്ന് ചോദിക്കുന്നത്, അങ്ങനെയുള്ള ചോദ്യങ്ങളെങ്കിലും ഇവർക്ക് ഒഴിവാക്കാം. ഇൻ്റർവ്യൂ ചെയ്തോട്ടെ, ചെയ്യണ്ടെന്ന് പറയുന്നില്ല. എന്നിരുന്നാലും ഇങ്ങനെയുള്ള കുറച്ച് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ മനഃപൂർവ്വം അപമാനിക്കാൻ വിളിച്ചിരുത്തി അങ്ങനെ ചോദിക്കുന്ന കുറേ ചോദ്യങ്ങളുണ്ടല്ലോ, അതൊക്കെ ഒന്ന് ഒഴിവാക്കിയാൽ വളരെ നന്നാവും. ചിലപ്പോൾ രേണു നല്ലപോലെ അഭിനയിക്കുന്നില്ലായിരിക്കാം. അതൊരു അവർക്കതൊരു പ്രശ്നമല്ല. അവർ തന്നെ പറയുന്നുണ്ട്, ഞാൻ നല്ല രീതിയിൽ അഭിനയിക്കുന്നില്ല, ഞാൻ തുടങ്ങിയതേ ഉള്ളൂ, എനിക്കിനി ഒരുപാട് ദൂരം പോകാനുണ്ട്. അവർ നാളെ അഭിനയിക്കാതിരിക്കാം, അതൊക്കെ അവരുടെ ഇഷ്ടം. അവരഭിനയിക്കുന്ന വീഡിയോ നമുക്ക് കാണാതിരിക്കാം, അതും നമ്മളുടെ ഇഷ്ടം. ഇതിനെല്ലാത്തിനും പുറമെ ഒരാളെ ഇരുന്ന് കണ്ടിന്യൂസ് ആയിട്ട് നെഗറ്റീവ് കമൻ്റ് ഇടുന്നത് നമ്മൾ
അത്ര നല്ല ശീലമല്ല കേട്ടോ. നമ്മൾ ഇപ്പോൾ മലയാളികൾക്ക് അല്ലെങ്കിൽ മലയാളികളെന്ന് ഞാൻ പറയുന്നില്ല, മനുഷ്യർക്ക് മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു എന്ന് അറിയാനായിട്ട് പൊതുവേ ഒരു ആകാംക്ഷയും ക്യൂരിയോസിറ്റി അങ്ങനത്തെ സാധനമൊക്കെ ഇച്ചിരി കൂടുതലാണ്. അത് വെച്ച് നമ്മൾ അവരെങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ, നമ്മളെന്തിനാ ആവശ്യമില്ലാതെ അവരുടെ പുറകെ നടക്കുന്നത്. ഇതിപ്പോൾ കുറേ നാളായില്ലേ നമുക്ക് ഈ രേണുസുതി എന്ന് പറയുന്ന ടോപ്പിക്ക് വിട്ടിട്ട് പുതിയ പല ടോപ്പിക്കിലേക്കും പോകാനുള്ള സമയം എന്തായാലും ആയിട്ടുണ്ട്. ഇനി ഓൺലൈൻ മീഡിയക്കാരൊക്കെ കുറച്ചേ അവരുടെ പുറകെ നടക്കുന്നത് വിട്ടിട്ട് വേറെ കുറച്ച് ആൾക്കാരുടെയൊക്കെ പുറകെ നടക്കുക. ഞാൻ പറഞ്ഞ അഭിപ്രായത്തോടെ നിങ്ങൾക്ക് എന്തെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും നെഗറ്റീവായിട്ട് ഇനി എന്നെ പറയുന്നുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് പറഞ്ഞേക്കണം കേട്ടോ. എനിക്കറിയാമല്ലോ എത്ര പേര് ഞാൻ ചിന്തിക്കുന്ന പോലെയാണ് ചിന്തിക്കുന്നതെന്ന്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ടാറ്റാ.